സമയം ബഹുമാന്യനായ കർത്താവിന്റെ ദാസൻ അലക്സ് ജോർജ് നിങ്ങളോട് സമാധാനത്തിന്റെയും ക്രിസ്തുവേശുടെയും രക്ഷയുടെയും അതേ വചനങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത മകലയുമായി ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ ബിസിനസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞങ്ങൾ അറിയിക്കുന്നു. ഭാരതം അതിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സുന്ദര സുദിനത്തിൽ മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു ചില സന്ദേശങ്ങളുമായി രാവിലെ തുടങ്ങി അനുഗ്രഹീതമായ സുവിശേഷ വചന പ്രഘോഷണ യാത്ര ഈ കവലയിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുന്നു, മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, രാജ്യം രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു, കപട രാഷ്ട്രീയക്കാർ മനുഷ്യരെ അരുംകൊല ചെയ്യുന്നു, ദേവാലയങ്ങൾ ആയുധപ്പുരകളായി പരിണമിക്കുന്നു. ഒരു രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങിയവർ പിറ്റേന്ന് പ്രഭാതത്തിൽ എവിടെയെന്നോ എങ്ങനെയെന്നോ അറിയാതെ മണ്ണിലാഴ്ന്നു പോകുന്നു. സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ഗ്രാമം മുഴുവൻ ഒരു പ്രഭാതത്തിൽ ഇല്ലാതെയാകുന്നു. മനുഷ്യൻ വല്ലാതെ വ്യാകുലചിത്തനായിരിക്കുന്നു. സമാധാനമെങ്ങും നഷ്ടപ്പെട്ട ഈ പാപലോകത്തിൽ സമാധാനം അന്വേഷിക്കുന്ന മനുഷ്യ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ലെന്ന് പറഞ്ഞ് കർത്താവിന്റെ ദിവ്യ സമാധാനത്തിന്റെ മനോഹരമായ ഗീതികളുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞിട്ട്, ഒരു സംഭവ കഥ പറഞ്ഞിട്ട് ഞാൻ വേഗം എന്റെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നു. 1900 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. ഫിലിപ്പിയിലെ ഒരു കാരാഗൃഹമാണ് രംഗവേദി. ഫിലിപ്പിയിലെ ഒരു കാരാഗൃഹത്തിൽ 1900 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവം. അവിടെ പൗലോസിനെയും ശീലാസും എന്ന് പറയുന്ന 2 വ്യക്തികളെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. കാരാഗൃഹത്തിന്റെ അകത്തളത്തിൽ ഇരുട്ടുമുറിയിൽ ഒരു ഇരുട്ടുള്ള ഇടനാഴിയിൽ കാലുകളും കൈകളും ആമത്തിൽ പൂഴ്ത്തി ശരീരം ചെങ്ങലയിലാഴ്ത്തി കിടക്കുന്ന 2 വ്യക്തികൾ, പൗലോസ്, ശീലാസ് എന്നിങ്ങനെയാണ് അവരുടെ പേര്. ആ രാത്രി, ഒരു ദിവസം രാത്രിയിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതിന് വേണ്ടി ആ ജയിലിന്റെ മേൽനോട്ടക്കാരൻ, ജയിലർ, ഒരു രാത്രിയിൽ അവിടേക്ക് കടന്നു വരികയാണ്. ആ നിമിഷം തനിക്ക് വലിയ നിരാശയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ജയിലിന്റെ ഉള്ളിൽ കാണുവാൻ കഴിഞ്ഞ കാഴ്ച എന്ന് പറയുന്നത് വളരെ ഘോരമായിരുന്നു. റോമൻ സാമ്രാജ്യം തന്നെ ചുമതലപ്പെടുത്തി ആക്കിയിരിക്കുന്ന ഒരു കൂട്ടം തടവ് പുള്ളികളെ അവിടെ കാണുവാൻ കഴിയുന്നില്ല. ജയിലൊന്നാകെ തകർക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ പോലും കുലുങ്ങി ഇളകി അവിടെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിൽ കാണുവാൻ കഴിയുന്നു. ജയിലർക്ക് പെട്ടെന്ന് വലിയ നിരാശ തോന്നി. ഇനി ഒരു നിമിഷം ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇനി ഒരു നിമിഷം കൂടെ തനിക്ക് ഭൂപരപ്പിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം റോമൻ സാമ്രാജ്യത്തിന്റെ ഖഡ്ഗമുനകൾ തന്റെ കഴുത്തറുക്കുമെന്നതിൽ സംശയമില്ല. കാരണം തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം തടവ് പുള്ളികളെ ഇപ്പോൾ കാണുവാനില്ല. താൻ വലിയ നിരാശയിലേക്ക് കടന്നുപോയി. അടുത്ത നിമിഷം തന്റെ ജീവിത പങ്കാളി തന്നെ ഉപേക്ഷിച്ചു പോയിരിക്കാം. ഒരുപക്ഷെ തന്റെ ജോലി തനിക്ക് നഷ്ടപ്പെട്ടേക്കാം, തന്റെ തലമുറകൾ തനിക്ക് അന്യം വന്നേക്കാം, ഒരുപക്ഷെ എല്ലാം 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 നഷ്ടപ്പെട്ടു പോയേക്കാം, തന്റെ ജീവൻ കൂടി നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന് കരുതി ആ ജയിലിന്റെ അധികാരി, ജയിലർ, തന്റെ അരയിൽ നിന്നും ഉടവാളൂരി തന്റെ നെഞ്ചിന് നേരെ കുത്തിയിറക്കേണ്ടതിന് വേണ്ടി തുടങ്ങുമ്പോൾ ഇരുളിന്റെ മറയ്ക്കുള്ളിൽ നിന്നും ഒരു വിളി കേൾക്കുകയാണ്. അരുതരുതേ, നീ നിനക്ക് ദോഷമൊന്നും ചെയ്യരുതേ. അരുതരുതേ, നീ നിനക്ക് ദോഷമൊന്നും ചെയ്യരുതേ. ആത്മഹത്യക്ക് വേണ്ടി തുനിഞ്ഞ ഈ മനുഷ്യൻ, ജയിലർ, പെട്ടെന്നൊരു നിമിഷം ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? എന്റെ നിരാശാജനകമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, എന്റെ ജോലി നഷ്ടപ്പെട്ടു പോയേക്കാമായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, എന്റെ സർവ്വവും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന, എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന, എന്റെ എല്ലാ ജീവിതാവസ്ഥകളും അന്യം വന്നു പോയേക്കാവുന്ന ഈ ജീവിത സാഹചര്യത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? ഇന്നും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് നാദമായി പുറത്തേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അതെ, 1900 വർഷങ്ങൾക്ക് മുൻപ് ഫിലിപ്പിയിലെ ഈ കാരാഗൃഹ വേദിയിൽ, ഈ രംഗവേദിയിൽ അതിനുള്ള ഉത്തരം മുഴങ്ങുകയുണ്ടായി. പൗലോസും ശീലാസും ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അവിടെ നിന്നും, ആ ഇരുളിന്റെ മറയിൽ നിന്നും പൗലോസും ശീലാസും ചേർന്ന് വിളിച്ചു പറയുകയാണ്, രക്ഷ പ്രാപിക്കുവാൻ
കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതേ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഈ ദേശത്തോട് ഞങ്ങൾ പിന്നെയും വിളംബരം ചെയ്യുന്നു. ഞങ്ങൾ ഈ ദേശത്ത് ആ വചനത്തെ അയക്കുന്നു. ഞാൻ എന്റെ വചനം അയക്കും, അതതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ലെന്ന് പറഞ്ഞ് കർത്താവിന്റെ ദിവ്യമായ ആ വചനത്തെ ഞങ്ങൾ ഈ ദേശത്തോട് അയക്കുന്നു. രക്ഷ പ്രാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. തന്റെ ജോലി നഷ്ടപ്പെട്ടേക്കാവുന്ന സാഹചര്യത്തിൽ, തന്റെ ജീവിത അവസ്ഥകൾ വ്യതിചലിച്ചു പോയേക്കാവുന്ന ജീവിത സാഹചര്യങ്ങളിൽ, തന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ജീവിത സാഹചര്യത്തിൽ ഒരാർത്ഥനാദമായി തന്നിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ചോദ്യത്തിന് ഉത്തരമെന്ന വണ്ണം ഇരുളിന്റെ മറയ്ക്കുള്ളിൽ നിന്നും കേട്ട ആ മൊഴികൾക്ക് പിന്നിൽ പൗലോസും ശീലാസും എന്ന് പറയുന്ന വ്യക്തികളായിരുന്നു. യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന കാരണത്താലാണ് അവർ ആ ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നത്. പ്രിയമുള്ളവരെ, പറയട്ടെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആ മനുഷ്യൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ നിന്നും മുടങ്ങിക്കേട്ട ശബ്ദം ഇങ്ങനെയായിരുന്നു: രക്ഷ പ്രാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇത് കേട്ടനന്തരം ഈ മനുഷ്യൻ സ്വന്തം രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് പിന്നീടുള്ള നിമിഷങ്ങളിൽ വേദവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ സന്തോഷത്തോടെ തുടർന്നുള്ള ജീവിതം നയിക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നും എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയായിരിക്കാം. ഇനിയുള്ള നിമിഷം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച് വല്ലാതെ വ്യാകുലചിത്തരായിരിക്കുന്ന, നിരാശാജനകമായ ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയിട്ട് ഇനിയൊരു വേള എനിക്ക് ഭൂപരപ്പിൽ വേണ്ടെന്ന് ചിന്തിച്ച് ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് അരുളി ചെയ്യുന്നു: കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതെ, ഈ വചനം കേട്ട ആ ജയിലറിന്റെ ഹൃദയം വലിയ രൂപാന്തരമുണ്ടായി. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ ജയിലറുടെ ജീവിതത്തിലേക്ക് എല്ലാ നിരാശകളും മാറിപ്പോയി. അവന്റെ ജീവിതത്തിലെ എല്ലാ വേദനകളും മാറിപ്പോയി. അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങളും മാറിപ്പോയി. അവനും അവന്റെ കുടുംബവും അവന്റെ കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ പിന്നീടുള്ള കാലം ജീവിക്കുവാനിടയെ തീർന്നു. പ്രിയമുള്ളവരെ, അതുപോലെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ നിരാശാജനകമായ ജീവിതാവസ്ഥകൾ മാറിപ്പോകും. നിങ്ങളുടെ രോഗബന്ധിതമായ ജീവിതാവസ്ഥകൾ മാറിപ്പോകും. ഞാൻ ഈ പ്രസംഗിക്കുന്ന ഞാൻ 2 വയസ്സിൽ 2 കാലുകളും പോളിയോ ബാധിതനായി അരയ്ക്ക് താഴേക്ക് ശയ്യാവലംബിയായി കിടന്നിരുന്ന ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു. ഈ ബസ്സിലിരുന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പറയുവാനുള്ളത്: നിങ്ങളെ യേശു ക്രിസ്തു സ്നേഹിക്കുന്നു. അതെ, 2 കാലുകളും പോളിയോ ബാധിതനായി കിടന്നിരുന്ന ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു. ആ ബാല്യ സാഹചര്യത്തിൽ എന്റെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എന്റെ മാതാവ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുവാനിടയായി തീർന്നത്. അതെ, മദ്യപാനത്തിന്റെ അടിമത്വത്തിൽ കഴിയുന്ന ജീവിതാവസ്ഥകളോട് പറയട്ടെ, ഈ അവസ്ഥയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് കഴിയുമെന്നുള്ളതിൽ സംശയമില്ല. ഞങ്ങൾ മതം മാറ്റുവാനോ ഞങ്ങൾ ഏതെങ്കിലും സംഘടനയിൽ ചേർക്കുവാനോ അല്ല ഈ വചനങ്ങൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ മനുഷ്യനാക്കുന്ന, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരാഴമായ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. 2000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ മധ്യഭാഗത്തുള്ള യെരൂശലേമിന് പുറത്ത് ഒരു കുന്നിൻ മുകളിൽ ദേഹമാസകലം മുറിവുകളേറ്റ് കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് കൂർത്ത മുള്ളുകൾ കൊണ്ട് മെടഞ്ഞ മുൾക്കിരീടം തലയിൽ ചൂടി ഒരു മനുഷ്യൻ തൂക്കപ്പെട്ടു. ആരാണ് ഈ മനുഷ്യൻ? എന്തിനു വേണ്ടിയാണ് ഇത്രയും ഭീകരമായ മരണത്തിലൂടെ താൻ കടന്നുപോയത്? അതെ, യേശു എന്ന മനുഷ്യനാണ്. അവൻ മനുഷ്യൻ മാത്രമായിരുന്നില്ല, ഒരു പച്ച മനുഷ്യൻ മാത്രമായിരുന്നില്ല, അവൻ പരിപൂർണ ദൈവവും കൂടിയായിരുന്നു. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി നമ്മെ പോലെ ഒരു പച്ച മനുഷ്യനായി പലസ്തീന്റെ പച്ചമണ്ണിൽ ഭൂമിയുടെ മധ്യഭാഗത്ത് അവതരിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനെന്ന വണ്ണം അവൻ കാൽവരി കുരിശിൽ പരമയാഗമായി തീർന്ന കാഴ്ചയാണ് നമ്മൾ കാൽവരി കുന്നിൽ കാണുന്നത്. ആ ക്രൂശ് മുഖാന്തരം മാനവകുലത്തിനു മുഴുവൻ രക്ഷ കൈവരുവാനിടയായി തീർന്നു. അവൻ പരമയാഗമായി തീരുക മുഖാന്തരം ഈ നാം കാണുന്ന എല്ലാ വ്യക്തികൾക്കും യഥാർത്ഥമായ രക്ഷ കരസ്ഥമാക്കുവാനിടയെ തീർന്നു. രക്ഷയെക്കുറിച്ച് ഇതര ഗ്രന്ഥങ്ങൾ, ഇതര വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും രക്ഷയിലേക്കുള്ള വഴി വേദപുസ്തകം കാണിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതെ, മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പ്രായശ്ചിത്തമായി കാൽവരി കുലക്കളത്തിൽ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഈ ദേശത്ത് പിന്നെയും ഉയർത്തുകയാണ്. നിങ്ങളുടെ നിരാശാജനകമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ
നിങ്ങളുടെ ജീവിതാവസ്ഥകൾക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് നിരാശകൾ മാറിപ്പോകണമെങ്കിൽ, രോഗങ്ങൾ മാറിപ്പോകണമെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതെ, ഈ കർത്താവ് യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പലസ്തീന്റെ പച്ചമണ്ണിൽ ഗലീലയിലും ചുറ്റളവിലും 200 മൈൽ ചുറ്റളവിലല്ലാതെ മറ്റെങ്ങും പോയിട്ടില്ല. അവനൊരു ലേഖനത്തിന്റെ ഈരടികൾ പോലും എഴുതിയിട്ടില്ല. അവനൊരു ഗാനം പോലും രചിച്ചിട്ടില്ല. അവൻ ഒരുപാട് രാജ്യങ്ങളിലൊന്നും പോയിട്ടില്ല. പക്ഷേ അവനെ കുറിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഇന്ന് ഈ ഭൂപരപ്പിലെങ്ങും ഒതുങ്ങുകയില്ല. അവനെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ലേഖനങ്ങളുടെ പുസ്തകത്താളുകൾ ഈ ഭൂപരപ്പിൽ കൊള്ളാതെ വണ്ണം വിസ്തൃതമാണ്. ഹല്ലേലൂയ. അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും ഈ പകലിലും അനേകയിടങ്ങളിൽ അവനെ കുറിച്ച് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, എന്താണ് അതിന്റെ പിന്നിൽ രഹസ്യം? ആ രഹസ്യം എന്ന് പറയുന്നത് അവരിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നതാണ്. ഞങ്ങളുമൊക്കെ ഈ വേദനകളിലൂടെ കടന്നുപോയവരാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വികലമായ ജീവിതം നയിച്ച, ദേശത്തിന് വലിയ വിപത്തുക്കളായി മാറിക്കൊണ്ടിരുന്നവരാണ് ഈ ഒരുപക്ഷെ ഈ വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഇവിടെ അണിനിരന്നിരിക്കുന്ന ദൈവഭൃത്യന്മാരൊക്കെ. കഴിഞ്ഞ കാലങ്ങളിലെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പഠിച്ചാൽ ഒരുപക്ഷെ വലിയ പാപത്തിന്റെയും വലിയ വേദനകളുടെയും വലിയ പ്രശ്നകലുഷിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയവരാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക മുഖാന്തരം അവരുടെ ജീവിതങ്ങൾക്ക് മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചൈസ്വരം ഇങ്ങനെ ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു പറയുവാൻ കഴിയും, ഈ യേശുവിന് നിങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഈ യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. ഈ യേശുവിന് നിങ്ങൾക്ക് നിങ്ങളുടെ നിരാശാജനകമായ ജീവിത അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദൈവസ്നേഹത്തിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. വരിക, കാൽവറിയിലേക്ക് വരിക, യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരിക എന്നുള്ള വാക്കുകൾ കൊണ്ട് ഈ ദേശത്തിന് ആവശ്യമായ സന്ദേശം ഞങ്ങൾ കൈമാറുകയാണ്. യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ രക്ഷ കരസ്ഥമാക്കുന്നുവെങ്കിൽ നിങ്ങൾ മതം മാറണ്ട, നിങ്ങൾ പേര് മാറണ്ട, മറ്റിതര കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ കഴിയുമെങ്കിൽ രക്ഷ കരസ്ഥമാക്കുവാൻ കഴിയും. എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.